നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വടക്കൻ എന്നൊരു പേരുകൊണ്ട് മാത്രം അവഗണിക്കപ്പെട്ട മഹാകവിയാണ് കുട്ടമത്തെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഭാരത സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം സംഘടിപ്പിച്ച വ്യവസായ ബോധവൽക്കരണവും പരിശീലനവും മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ കോലുവള്ളിയിൽ കുഴൽക്കിണർ വണ്ടി മറിഞ്ഞു. വണ്ടിക്കടിയിൽപ്പെട്ട ഒറീസ സ്വദേശിയെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷ ഭാഗമായുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങി. ബാലസംഘം ഏരിയ സമ്മേളനങ്ങൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ തുടക്കം. വാർത്തകൾ വിശദമായി. വടക്കൻ എന്നൊരു പേരുകൊണ്ട് മാത്രം അവഗണിക്കപ്പെട്ട മഹാകവിയാണ് കുട്ടമത്തെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. കുട്ടമത്ത് സ്മാരക സമിതി രജത ജൂബിലി ആഘോഷ സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വടക്കൻ എന്നൊരു ദോഷം കൊണ്ട് മാത്രം അവഗണിക്കപ്പെട്ടു പോയ മഹാപ്രതിഭയാണ് മഹാകവി കുട്ടമത്ത്. ഇത്തരം കാഴ്ചക്കുറവാണ് കവിത്രയങ്ങളുടെ കൂട്ടത്തിൽ മഹാകവി കുട്ടമത്തിന് സ്ഥാനം കിട്ടാതെ പോകാൻ കാരണം. കവിതയെഴുത്തിനപ്പുറം സമഗ്ര സംഭാവനയിലൂടെ മലയാള സാഹിത്യത്തെ പ്രോജ്വലിപ്പിച്ച കവിയാണ് കുട്ടമത്തെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഭൂതകാലത്തെ ഓർക്കാതെ വർത്തമാനവും ഭാവിയുമില്ല. ഇന്നലകളിലെ സാഹിത്യകാരന്മാരെ മറന്നുകൊണ്ട് ഇന്നത്തെയും നാളത്തെയും സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു ചടങ്ങിൽ എന്നെ ക്ഷണിക്കുകയും എന്നെ കൊണ്ട് ഈ കൃത്യം നിർവഹിക്കാൻ നിങ്ങൾ ചുമതലപ്പെടുത്തുകയും ചെയ്യുന്നവരും കുട്ടമത്തിനെ പോലെ കുട്ടമത്തിനെ പോലെയുള്ള മലയാളത്തിൻ്റെ പ്രശസ്തനായ കവിയുടെ മഹാകവിയുടെ പേരുള്ള ഒരു സ്മാരക സമിതി ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചതിലൂടെ എനിക്കതൊരു സാധാരണയിൽ കവിഞ്ഞ അംഗീകാരമാണ് നിങ്ങൾ നൽകിയത്. ശാക്തികമായ ആശയങ്ങൾ കവിതകളിലൂടെയും നാടകത്തിലൂടെയും പ്രചരിപ്പിച്ച മഹാകവിക്ക് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിന് ശ്രമിക്കുമെന്നും ഇക്കാര്യം സാംസ്കാരിക മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡോക്ടർ പി വി കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് ഗംഗാധരൻ കുട്ടമത്ത്, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ എന്നിവർ സംസാരിച്ചു. കുട്ടമത്ത് നഗറിൽ നിന്ന് മഹാകവിയുടെ പ്രതിമ സ്വീകരണ ഘോഷയാത്രയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അവശ്യ സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന കാലഘട്ടത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ സർക്കാർ നേരിട്ട് വിപണിയിലെത്തിക്കണമെന്ന് വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ. ഭാരത സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം സംഘടിപ്പിച്ച വ്യവസായ ബോധവൽക്കരണവും പരിശീലനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വയം തൊഴിൽ കണ്ടെത്തുവാനും ഒരു തൊഴിൽ ലഭ്യമാക്കുവാനും അതുവഴി സാമ്പത്തിക വളർച്ച നാടിന് നൽകുവാനും സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പുതിയ ന്യൂ ജനറേഷൻ ഒട്ടനവധി കാരണം ഈ കാലഘട്ടം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫാഷൻ വർദ്ധിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ജീവിത രീതിയുടെയും ഒക്കെ ഭാഗമായിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ആവശ്യ സാധനങ്ങളുടെ എണ്ണം വർദ്ധിക്കും. അതാണ് ഈ മുതലാളിത്ത കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. ഉപയോഗിക്കുന്ന ആ സാധനങ്ങളുടെ എണ്ണം കൂടി വരും. അപ്പോൾ അത് ഫാഷനായിട്ട് വരും. അപ്പം അങ്ങനെ ഫാഷനായി വരുമ്പോൾ കൂടുതൽ ആവശ്യക്കാരുണ്ടാകും. അപ്പോൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ പുരുഷന്മാർ ഉപയോഗിക്കുന്ന ഒരു തോർത്തമുണ്ടാകും. ഇന്ന് തോർത്തം കൊണ്ടുപോയിട്ട് എത്ര വസ്ത്രങ്ങളായപ്പോൾ ഇപ്പോൾ പുറത്തുള്ള വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ, അതിനു പുറമെ ഓവർ കോട്ടുകൾ, ടൈക്ക് പുറമെ കോട്ട്, തൊപ്പി, ഇങ്ങനെ ഒട്ടനവധി ഇനങ്ങൾ കൂടി വരും. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇനിയും സ്ത്രീകളും അതുപോലെ തന്നെയാണ്. ഭാരത സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം, പയ്യന്നൂർ നഗരസഭ വസ്ത്രനിർമ്മാണ പരിശീലന കേന്ദ്രം, ജില്ലാ വ്യവസായ കേന്ദ്രം സംയുക്തമായി സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ പി വി വേലായുധൻ മുഖ്യപ്രഭാഷണം നടത്തി. സി കൃഷ്ണൻ MLA അധ്യക്ഷനായിരുന്നു. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കുവൽ, കലൈശെൽവി, കെ പി ജ്യോതി, പി പി ദാമോദരൻ, വി നന്ദകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷ ഭാഗമായുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങി. വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ സ്റ്റാമ്പ് പ്രകാശനം ചെയ്തു. നെല്ല് ജനിതക സംരക്ഷണ യൂണിറ്റ്, ജൈവ നെൽകൃഷി ഫീൽഡ് തല പരിശീലന പാഠശാല എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിന്റെ ഭാഗമായി ഇ പി ജയരാജൻ നിർവഹിച്ചു. ഉന്നത നിലവാരത്തിലുള്ള സാങ്കേതിക പരിജ്ഞാനത്തിന്റെ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയും ഒക്കെ നമ്മുടെ ഗവേഷണ രംഗം ശക്തമാക്കണം. അതിന് വേണ്ടത്ര സജ്ജീകരണങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഏതായാലും ഒരു ഗവേഷണ സ്ഥാപനം ഇനിയും ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടണം. നമ്മുടെ ഈ കേരളത്തിൻ്റെ മണ്ണിന് ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ വിപുലീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തന കേന്ദ്രമായിട്ട് ഇത് മാറണം. ഇപ്പോൾ നമുക്ക് കുറേ ഡോക്ടർമാർ, കാർഷിക രംഗത്തെ ഗവേഷകരായിട്ടുള്ള ആളുകൾ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ അവർക്ക് തന്നെ അവരുടെ കഴിവുകൾ പൂർണ്ണമായും ഇവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമാണ്. തൃക്കരിപ്പൂർ MLA M രാജഗോപാലൻ അധ്യക്ഷത വഹിച്ചു. കുരുത്തോല കരകൗശല വസ്തു നിർമ്മാണ പരിശീലനം മുൻ MLA K കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വനജാട്ടി പദ്ധതി വിശദീകരിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ശ്രീധരൻ മാസ്റ്റർ, പഞ്ചായത്ത് അംഗം TP രാഘവൻ, പടന്നക്കാട് കാർഷിക കോളേജ് ഫാം മാനേജർ PV സുരേന്ദ്രൻ, പിലിക്കോട് കൃഷി ഓഫീസർ PV ജലേശൻ, M തമ്പാൻ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ജൈവ നെൽകൃഷി ഫീൽഡ് തല പരിശീലന പാഠശാല 1ാം ഘട്ട പരിശീലനം, വിത്ത് പരിചയവും ഞാറ്റടി തയ്യാറാക്കലും എന്ന വിഷയത്തിൽ ഡോക്ടർ T വനജയും ഗവേഷണ സംഘവും കർഷകർക്ക് ക്ലാസ്സെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുപുഴ കോലുവള്ളിയിൽ കുഴൽക്കിണർ വണ്ടി മറിഞ്ഞു. വണ്ടിക്കടിയിൽപ്പെട്ട ഒറീസ സ്വദേശിയെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ ശേഷം 3 മണിയോടെയാണ് സംഭവം. കോലുവള്ളി ഖാദി കേന്ദ്രത്തിന് സമീപം സൈഡ് ഇടിഞ്ഞതാണ് വണ്ടി മറിയാൻ ഇടയാക്കിയത്. അപകടമറിഞ്ഞ് ഓടിക്കൂടിയ നാട്ടുകാർ വണ്ടിക്കടിയിൽ തിരഞ്ഞപ്പോഴാണ് ആളുണ്ടായതായി മനസ്സിലാക്കിയത്. ഒറീസ സ്വദേശിയും കുഴൽക്കിണർ തൊഴിലാളിയുമായ ബാബുലാൽ 31 വയസ്സാണ് വണ്ടിക്കടിയിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്ത് ഇയാളെ പുറത്തെടുക്കുകയായിരുന്നു. ബാബുലാലിനെ ഉടൻ പോലീസ് വാഹനത്തിൽ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലെത്തിച്ചു. ചിറ്റാരിക്കാലിലെ മലബാർ ബോർവെൽസിന്റെ ഉടമസ്ഥതയിലുള്ള ലോറിയാണ് മറിഞ്ഞത്. ലോറിയിൽ 15ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇയാളെ കൂടാതെ മറ്റൊരു തൊഴിലാളിക്കും പരിക്കേറ്റു. മറ്റുള്ളവരെല്ലാം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പെരിങ്ങോത്ത് നിന്നും ഫയർഫോഴ്സ് എത്തുമ്പോഴേക്കും അപകടത്തിൽപ്പെട്ടവരെ ആശുപത്രിയിലെത്തിച്ചിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ഉദനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. ചലച്ചിത്ര താരം സുധീഷ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിലെ മുഖ്യാതിഥി ചലച്ചിത്ര താരം സുധീഷിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് M രാജഗോപാലൻ MLA അധ്യക്ഷതയിൽ റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനം, അവർ പഠിച്ചു വളർന്ന സ്ഥാപനത്തിന് നൽകാൻ കഴിയുന്ന സഹായത്തെക്കുറിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇവിടെ ഗാനം ആലപിച്ചപ്പോഴും അതിൻ്റെ ഉള്ളടക്കത്തിലെ കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിന്നു എന്നെനിക്ക് തോന്നി. ഇത്തരം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമായി ആലോചിക്കുന്നൊരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം മെച്ചപ്പെടുത്തുക എന്നതാണ്. കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് വളരെ നേരത്തെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. കേരള ഗവൺമെൻറ് അതിൻ്റെ മന്ത്രിസഭ അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യുകയുണ്ടായി. സംഗമത്തിന്റെ ഭാഗമായി അധ്യാപക അവാർഡ് ജേതാവ് PP അശോകൻ മാസ്റ്റർക്കും ലോഗോ രൂപകൽപ്പന ചെയ്ത ദേവരാജൻ കുണ്ടാരിക്കും അനുമോദനവും ഏർപ്പെടുത്തിയിരുന്നു. ഉപഹാര സമർപ്പണം പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ഫൗസിയ നിർവഹിച്ചു. PC സുബൈദ, KV ബിന്ദു, KV പ്രകാശ് കുമാർ, PP കുഞ്ഞികൃഷ്ണൻ, ഷീല കുഞ്ഞിപ്രയിൽ, EP വിജയകുമാർ എന്നിവർ ചടങ്ങിൽ ആശംസയർപ്പിച്ച് സംസാരിച്ചു. C അബ്ദുൽ ഖാദർ, K രാജീവൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചന്തേര അണ്ടർ പാസേജ് നിർമ്മാണം പരാജയമായിരിക്കുമെന്ന റെയിൽവേ സുരക്ഷാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് വകവെക്കാതിരുന്നത് വിനയായെന്ന് MP P കരുണാകരൻ. റെയിൽവേ യൂസേഴ്സ് ഫോറം ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വികസനത്തിന്റെ ചൂളം വിളികളുമായി ഇന്ത്യൻ റെയിൽവേ കുതിച്ചുപായുമ്പോൾ ചന്തേര റെയിൽവേ സ്റ്റേഷൻ യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ വീർപ്പുമുട്ടുകയാണ്. കരിവള്ളൂർ, പിലിക്കോട്, പടന്ന പഞ്ചായത്തുകളിൽ നിന്നായി 300-ൽ പരം യാത്രികരാണ് നിത്യേന ചന്തേര സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. ഇരുഭാഗത്തെയും പ്ലാറ്റ്ഫോം നിർമ്മാണം, കംഫർട്ട് സ്റ്റേഷൻ, അണ്ടർ പാസേജ്, മറ്റ് പാസഞ്ചർ വണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിക്കൽ തുടങ്ങി സ്റ്റേഷന്റെ സമഗ്ര വികസനം സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ചന്തേര റെയിൽവേ യൂസേഴ്സ് ഫോറത്തിന്റെ ജനറൽ ബോഡി യോഗം കാസർഗോഡ് MP P കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു.
ഈ സഭയ്ക്കകത്ത് വരാത്ത നിലയിൽ അതിൻ്റെ കൺസ്ട്രക്ഷനിൽ മാറ്റം വരുത്താൻ റെയിൽവേ ഉണ്ടാക്കിയ പാടങ്ങളിൽ മാറ്റം വരുത്താൻ കഴിയില്ല. പക്ഷേ അതിന് ഷേപ്പിൽ മാറ്റം വരുത്തിക്കൊണ്ട് കോൺക്രീറ്റ് ചെയ്ത് വെള്ളം അകത്ത് വരാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്ത എഞ്ചിനീയർമാർ ചൂണ്ടിക്കാണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അവരെ ബന്ധപ്പെടുന്നത് നമ്മുടെ കോഴിക്കോടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെ വൈദഗ്ധ്യമുള്ള എഞ്ചിനീയർമാരും അടുത്ത് തന്നെ ഇവിടെ വരികയും അത് സംബന്ധിച്ച എസ്റ്റിമേറ്റും കാര്യങ്ങൾ തയ്യാറാക്കി എത്രയാണ് അത് വേണ്ടി വരിക എന്നുള്ളത് ആലോചിക്കുന്നു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഫോറം പ്രസിഡന്റ് കെ ടി ശിവദാസൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ പി, പഞ്ചായത്ത് അംഗം പി പി കുഞ്ഞികൃഷ്ണൻ, എം വി കോമൻ നമ്പ്യാർ, പഞ്ചായത്ത് അംഗം പി പി രാജീവൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ജില്ലാ ജൂനിയർ കബഡി കുണിയനും പ്രാപ്പോയിലും ജേതാക്കൾ. ചെറുപുഴ സെന്റ് ജോസഫ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളയത്ത് ഉദ്ഘാടനം ചെയ്തു. ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന കണ്ണൂർ ജില്ലാ ജൂനിയർ കബഡി മത്സരത്തിൽ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ഗാലക്സി കുണിയൻ ചാമ്പ്യൻഷിപ്പ് നേടി. നവശക്തി വെള്ളൂരിനാണ് രണ്ടാം സ്ഥാനം. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ പ്രാപ്പോയിൽ കെ വി സുധീഷ് സ്മാരക ക്ലബ്ബ് ജേതാക്കളായി. ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ പയ്യന്നൂർ രണ്ടാം സ്ഥാനത്തെത്തി. കണ്ണൂർ ജില്ലാ കബഡി അസോസിയേഷൻ്റെയും ചെറുപുഴ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെയും നേതൃത്വത്തിലാണ് ചെറുപുഴ സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇൻഡോർ സ്റ്റേഡിയത്തിൽ മത്സരം സംഘടിപ്പിച്ചത്. വിശിഷ്ടാതിഥികളെയും മാനയിച്ച് രാവിലെ ചെറുപുഴ ടൗണിൽ ടീമുകളുടെ മാർച്ച് പാസ്റ്റും നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല കോളിയത്ത് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ അസോസിയേഷൻ പ്രസിഡന്റ് കെ നാരായണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ ലളിതാ ബാബു, മനോജ് വടക്കേൽ, വി എം ദാമോദരൻ, ബിജു പുളിക്കാട്ടിൽ, എം വി ശശി തുടങ്ങിയവർ സംസാരിച്ചു. ലണ്ടൻ ഒളിമ്പിക്സ് ഇന്ത്യൻ അത്ലറ്റിക് ടീം കോച്ച് റിട്ടയർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു, ഏഷ്യൻ ഗെയിംസ് കബഡി സ്വർണ്ണ മെഡൽ ജേതാവ് ജഗദീഷ് കുമ്പള, കബഡി പരിശീലകൻ പ്രേംകുമാർ വയലായി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വിജയികൾക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കൃഷ്ണൻ മാസ്റ്റർ, മദർ സുപ്പീരിയർ സിസ്റ്റർ ജോസേറ്റ, ചെറുപുഴ SI വി ഡി രാധാകൃഷ്ണൻ എന്നിവർ ചേർന്ന് സമ്മാനങ്ങൾ നൽകി. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് വിശിഷ്ടാതിഥിയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ബാലസംഘം പയ്യന്നൂർ ഏരിയ സമ്മേളനം കാനായി ശാസ്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. സന്തോഷ് മിനി ഉദ്ഘാടനം ചെയ്തു. പുരാണം ചരിത്രമാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ RSS ശ്രമിക്കുകയാണെന്ന് സന്തോഷ് മിന്നി ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. RSSന് സമാധാനം ഇല്ലാതാക്കാൻ മാത്രമേ കഴിയുകയുള്ളൂവെന്നും അതാണ് കേന്ദ്രഭരണത്തിലൂടെ നാം അനുഭവിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീ ഇതൊക്കെ പഠിച്ചത് ഹിന്ദു രാഷ്ട്രത്തെ സൃഷ്ടിക്കാനാണ്. നിന്റെ ശത്രുക്കളാണ് ഇവിടുത്തെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകാരും എന്ന് ആ ആയോധന കളരിയിൽ, ആ ആയുധക്കളരിയിൽ പഠിപ്പിച്ചപ്പോൾ എന്നിൽ വർഗീയതയുടെ നാമ്പുകൾ പൊട്ടിമുളച്ചു. നിതിൻ KV അധ്യക്ഷനായി. M നവനീത്, അനുശ്രീ, അരുൺകുമാർ, സുനിൽ കുന്നരു, KU രാധാകൃഷ്ണൻ, പാവൂർ നാരായണൻ, T ഗോപാലൻ എന്നിവർ പ്രസംഗിച്ചു. 200ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. പുരോഗമന കലാസാഹിത്യ സംഘം മാടായി മേഖലാ സമ്മേളനം മണ്ടൂർ ALPU സ്കൂളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് MK മനോഹരൻ ഉദ്ഘാടനം ചെയ്തു. ജാതി മതാതീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ കൂട്ടായ്മ വളർത്തിയെടുക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ MK മനോഹരൻ അഭിപ്രായപ്പെട്ടു. മനുഷ്യ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള, അതാണ് നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത്, സാംസ്കാരിക പ്രവർത്തനം എന്നുള്ളത്. അതിനപ്പുറമുള്ള വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ്. മനുഷ്യ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനുള്ള ചെറുതും വലുതുമായ ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. എങ്ങനെയാണ് ഉണ്ടാക്കുക? ഞാൻ ആവർത്തിക്കുന്നു, ബോധപൂർവമായ സാഹിത്യ രചന അതിൽ വേണം, ബോധപൂർവമായ നാടകങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം, ബോധപൂർവമായ ചെറിയ ചെറിയ ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയണം, ബോധപൂർവമായ ചെറിയ ചെറിയ കലാമേളകൾ ഉണ്ടാക്കിയെടുക്കും, ബോധപൂർവം എന്ന് തന്നെയാണ് പറയുന്നത്. രാജേഷ് കടന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ജിനേഷ് കുമാർ അരമം സംഘടനാ റിപ്പോർട്ടും MV ചന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. TV പത്മനാഭൻ, ഗംഗാധരൻ കരിവെള്ളൂർ, MV രവി, TV ചന്തക്കുട്ടി എന്നിവർ സംസാരിച്ചു. ഷിജു ചെറുതാഴം, അഡ്വക്കേറ്റ് V അബ്ദുള്ള എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ കഥാകൃത്ത് TP വേണുഗോപാലൻ പ്രഭാഷണം നടത്തി. തുടർന്ന് മാരിവില്യൻ തേന്മലരെ നാടകഗാനങ്ങൾ കോർത്തിണക്കിയ ഗാനസന്ധ്യയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പലിയേരി മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി E ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു.
ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് മന്ത്രിയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചത്. പാചകശാലയുടെ ഉദ്ഘാടനവും തദവസരത്തിൽ മന്ത്രി നിർവഹിച്ചു. മനുഷ്യനുണ്ടായ കാലം മുതൽ ഭക്തിയും ഉടലെടുത്തിരുന്നുവെന്നും പുതിയ കാലത്ത് പുതിയ രൂപത്തിൽ ഇത് ഉരുത്തിരിയുകയാണെന്നും മതത്തിന്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുവാൻ ചിലർ ശ്രമിക്കുന്നുണ്ടെന്നും മന്ത്രി ചന്ദ്രശേഖരൻ പറഞ്ഞു. വിവിധങ്ങളായ മനസ്സിൽ സങ്കല്പിച്ചു കൊണ്ടിരുന്ന പ്രതിഷ്ഠകൾ, വിശ്വാസങ്ങൾ അവർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതിന്റെ ചരിത്രം നമുക്ക് മനസ്സിലാക്കണം. അഗ്നിയെ, ജലത്തെ, വായുവിനെ, വെണ്ണിനെ, മണ്ണിനെ എല്ലാം ദൈവങ്ങളായി കണ്ട് വിശ്വാസം അർപ്പിച്ച്, അല്ലെങ്കിൽ അവരുമായി അവരുടെ എല്ലാ തരത്തിലുമുള്ള നന്മയ്ക്കും വേണ്ടി ആരെ ആശ്രയിക്കണമോ അവരെയൊക്കെ ആശ്രയിക്കാമെന്ന് കരുതിയിരുന്ന ഒരു ജനതയുടെ ഉയർന്ന തലത്തിൽ അപ്പോൾ കണ്ടിട്ടുള്ളത് വെച്ച് ഇപ്പോൾ ഏറ്റവും വലിയ തലത്തിൽ എത്തി നിൽക്കുന്നവരാണ്. ചടങ്ങിൽ എം രാജഗോപാലൻ MLA അധ്യക്ഷനായി. TV രാജേഷ് MLA, ശ്രീകൃഷ്ണൻ MLA തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. അശോകൻ മണക്കാടൻ, KV ദാമോദരൻ, KE ദാമോദര പുതുവാൾ, മണിപ്രസാദ് തുടങ്ങിയവരെ ഉദ്ഘാടന യോഗത്തിന്റെ ഭാഗമായി ആദരിക്കുകയും ചെയ്തു. K നാരായണൻ, കരിവള്ളൂർ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരത്തിലെ ഓവുചാൽ നിറഞ്ഞ് കക്കൂസ് മാലിന്യം റോഡിലൊഴുകി ഏറെ നേരത്തേക്ക് നഗരം ദുർഗന്ധപൂരിതമായി. പയ്യന്നൂർ നഗരത്തിലെ ഓവുചാൽ നിറഞ്ഞ് കക്കൂസ് മാലിന്യം റോഡിൽ ഒഴുകി ഏറെ നേരത്തേക്ക് നഗരം ദുർഗന്ധപൂരിതമായി മാറി. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ മഴയിൽ പയ്യന്നൂർ നഗരത്തിലെ ഓവുചാലുകൾ നിറഞ്ഞ് മാലിന്യം പുറത്തേക്കൊഴുകി. പയ്യന്നൂർ കോർപ്പറേറ്റീവ് സ്റ്റോറിന് മുന്നിലെ റോഡിലാണ് മാലിന്യം നിറഞ്ഞു കവിഞ്ഞത്. കക്കൂസ് മാലിന്യം റോഡിൽ നിറഞ്ഞതോടെ ചെറുവാഹന യാത്രികരും ദുരിതം പേറി. നഗരം മണിക്കൂറുകളോളം ദുർഗന്ധപൂരിതമായി മാറി. ഇതിനിടയിൽ കാൽനട യാത്രികർ ആരൊക്കെയോ ശപിച്ച് നീങ്ങുന്നുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ബാലസംഘം തൃക്കരിപ്പൂർ ഏരിയ സമ്മേളനം കൊയോങ്കര ALP സ്കൂളിൽ നടന്നു. ശില്പിയും ചിത്രകാരനുമായ KKR വെങ്കര ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ കൊയോങ്കര ALP സ്കൂളിൽ ഒരുക്കിയ ഐലൻഡ് കുർദി നഗറിൽ നടന്ന സമ്മേളനത്തിൽ 8 വില്ലേജുകളിൽ നിന്നുമായി 200ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. വൈശാഖ് പിയുടെ അധ്യക്ഷതയിൽ ചിത്രകാരൻ KKR വെങ്കര ചിത്രം വരച്ചുകൊണ്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഷിബിൻ പിലിക്കോട് പ്രവർത്തന റിപ്പോർട്ടും OM ബാലകൃഷ്ണൻ മാസ്റ്റർ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. സമ്മേളനം പ്രസിഡന്റായി P വൈശാഖിനെയും സെക്രട്ടറിയായി ഷിബിൻ പിലിക്കോടിനെയും കൺവീനറായി VV സജീവനെയും തെരഞ്ഞെടുത്തു. M രാമചന്ദ്രൻ സ്വാഗതവും PP അനുമോദ് നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവള്ളൂർ A1 ക്ലബ്ബ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ സന്തോഷ് ചേച്ചിക്കാനത്തിന്റെ ബിരിയാണി പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. EP രാജഗോപാലൻ വിഷയാവതരണം നടത്തി. പൈക്കിൻറോ എനിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേരളത്തിലെ വലിയൊരു നാടകം തുടങ്ങുന്നത്. അത് നാട്ടുകത്തിക ഒരുപാട് പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതിന്റെ യാഥാർത്ഥ്യത്തെ ആർക്കും അവഗണിക്കാൻ പറ്റിയില്ല. എനിക്ക് വിശക്കുന്നു പറഞ്ഞൊരു നാടകം ആരംഭിക്കുകയാണ് പൈക്കിൻറോ ആദിവാസികളുടെ പാർട്ടിയിൽ. NK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. പരിപാടിയുടെ അവസാനം കഥാകൃത്ത് സന്തോഷ് ചേച്ചിക്കാനം ഫോണിലൂടെ പ്രേക്ഷകരുമായി കഥയുടെ അനുഭവം പങ്കുവയ്ക്കുകയും ചെയ്തു. PC ജയസൂര്യൻ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിച്ചു. NK വിനോദ് കുമാർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാടായി BRCയിൽ പ്രധാനാധ്യാപക ശില്പശാല നടന്നു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VV പ്രീത ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ വരുന്നത് കുറവൊക്കെ നമുക്കുണ്ടായി. പക്ഷെ ഇന്നലെ നമ്മൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും മുന്നോട്ട് നിൽക്കേണ്ട അധ്യാപകരാണ്. അധ്യാപകരുടെ ഇന്ന് നമുക്കറിയാം കുട്ടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ വീടുകളിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ സ്കൂളിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അധ്യാപകരാണ്. അപ്പൊ ആ അധ്യാപകര് കുട്ടികളോടൊപ്പം നിന്നുകൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ വിവര മാടായി AO T സുകുമാരൻ അധ്യക്ഷത വഹിച്ചു. SSA ജില്ലാ ഓഫീസർ TP വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. മധു, BPO രാജേഷ്, കടന്നപ്പള്ളി, VP ശശിധരൻ, EV സന്തോഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സൗത്ത് തൃക്കരിപ്പൂർ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇളമ്പച്ചി മുതൽ ഒളവറ വരെ പോസ്റ്റർ പ്രചാരണം നടത്തി. ബാലസംഘം കാങ്കോൽ വെസ്റ്റ് വില്ലേജ് സമ്മേളനം കാങ്കോൽ EMS മന്ദിരത്തിൽ നടന്നു. ശിവശങ്കരൻ ചെറുതാഴം ഉദ്ഘാടനം ചെയ്തു. K രാജൻ, പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുന്ന ഭ്രാന്തന്മാരാണ് ഈ നാട്ടിലുള്ളത്. കേരളത്തിലെ മുഴുവൻ ആളുകളും എന്താണ്? ഭ്രാന്തന്മാരാണ്. ഇതൊരു ഭ്രാന്താലയമെന്ന് ആര് പറഞ്ഞു? സ്വാമി വിവേകാനന്ദൻ എപ്പോഴാണ് പറഞ്ഞത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തെ നോക്കി പറഞ്ഞിട്ടുണ്ട്.
ബീച്ചിൽ പോയവരുണ്ട് ഇവിടെ? ബീച്ചിൽ പോയവര്? ബീച്ചിൽ ഏത് ബീച്ചിലാണ് പോയത്? പയ്യാമ്പലം ബീച്ചിൽ പോയിട്ടുണ്ട്. വേക്കർകോട്ട ബീച്ചിൽ പോയിട്ടുണ്ട്. ജനുവരിയിൽ പയ്യന്നൂരിൽ നടക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. പയ്യന്നൂർ ടോഫം ഓഡിറ്റോറിയത്തിലാണ് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നത്. 2017 ജനുവരിയിൽ പയ്യന്നൂരിൽ നടക്കുന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിന് മുന്നോടിയായി സംഘാടക സമിതി രൂപീകരിച്ചു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സോഫിയ വിജയകുമാറിന്റെ അധ്യക്ഷതയിൽ പയ്യന്നൂർ ടോഫോം ഓഡിറ്റോറിയത്തിലാണ് സംഘാടക സമിതി രൂപീകരണം നടന്നത്. നഗരസഭ സ്പോർട്സ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ബാലൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാനായി അഡ്വക്കേറ്റ് വിജയകുമാറിനെ തെരഞ്ഞെടുത്തു. പ്രൊഫസർ കെ രാജഗോപാൽ, അഡ്വക്കേറ്റ് പി പ്രഭാകരൻ, സോഫിയ വിജയകുമാർ എന്നിവരാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തുള്ളത്. പി സി കൃഷ്ണനാണ് ഓർഗനൈസിംഗ് സെക്രട്ടറി. പി കെ ശ്രീമതി എം പി, പി കരുണാകരൻ എം പി, കെ സി വേണുഗോപാൽ, ടി വി രാജേഷ് MLA, സി കൃഷ്ണൻ MLA എന്നിവർ സംഘാടക സമിതിയുടെ രക്ഷാധികാരികളായിരിക്കും. കുഞ്ഞിമംഗലം അണീക്കര ശ്രീ പൂമാല ഭഗവതി ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി സംഗീത കച്ചേരി അരങ്ങേറി. സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അവതരിപ്പിച്ച കച്ചേരി ആസ്വാദകർക്ക് വേറിട്ട അനുഭവമായി. ഒക്ടോബർ 8 മുതൽ 11 വരെ നടക്കുന്ന നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായാണ് സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രന്റെ സംഗീത കച്ചേരി അരങ്ങേറിയത്. കീർത്തനങ്ങളും ദേവീസ്തുതികളും അടങ്ങിയ സംഗീത കച്ചേരി കാണികളിൽ കുളിർമഴയായി പെയ്തിറങ്ങി. തുടർന്ന് കാഞ്ഞങ്ങാട് രാമചന്ദ്രന് ക്ഷേത്രം പൂമാലിക പുരസ്കാരം നൽകി ആദരിക്കുകയും ചെയ്തു. ഒക്ടോബർ 9 ദുർഗാഷ്ടമി നാളിൽ ഗ്രന്ഥം വെപ്പ്, പൂജ, ചുറ്റുവിളക്ക്, ദീപാർച്ചന, ഗാനാലാപനം എന്നിവയും ഒക്ടോബർ 10 തിങ്കളാഴ്ച നവമി നാളിൽ ചുറ്റുവിളക്ക്, ദീപാർച്ചന, ഗാനാലാപനം, സമാപന ദിവസമായ വിജയദശമി നാളിൽ രാവിലെ 7 മണി മുതൽ വാഹനപൂജ, ഗ്രന്ഥമെടുപ്പ്, വിദ്യാരംഭം എന്നിവയും നടക്കും. സംസ്കൃത പണ്ഡിതനും പൂരക്കളി മറത്തുകളി രംഗത്തെ പ്രഗത്ഭനുമായ കാടങ്കോട് എം കുഞ്ഞികൃഷ്ണൻ പണിക്കർ വിദ്യാരംഭത്തിന് നേതൃത്വം നൽകും. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണി മുതൽ അന്നദാനവും നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഉപജില്ല KPTA കമ്മിറ്റി രൂപീകരിച്ചു. സംസ്ഥാന പ്രസിഡന്റ് KV ദേവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സർവശിക്ഷാ അഭിയാന്റെ ഭാഗമായി നമുക്ക് 10 ദിവസം ക്ലസ്റ്റർ വേണം. നമ്മുടെ പഞ്ചായത്ത് മീറ്റിങ്ങും സ്കൂളിലെ മീറ്റിങ്ങും ഒക്കെ ക്ലസ്റ്ററിന്റെ ഭാഗമാക്കി. സ്കൂളിൽ കൂടി ഇരുന്ന മെയ് 31 ക്ലസ്റ്ററാക്കി മാറ്റി, പഞ്ചായത്ത് മീറ്റിംഗ് കൂടി ക്ലസ്റ്ററാക്കി മാറ്റി. എണ്ണം തേക്കാൻ വേണ്ടിയായിരുന്നു. എല്ലാം തികച്ചാലും ഇനി 5 ദിവസം കൂടി വേണ്ടത്. TV ചന്ദ്രൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി രാധാകൃഷ്ണൻ PP, വണ്ടൂർ DO P സുബ്രഹ്മണ്യൻ നമ്പൂതിരി, P രാജീവൻ, A ജയചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1957-58 SSLC ബാച്ച് സംഗമം ഹൈസ്കൂളിൽ നടന്നു. 75 കഴിഞ്ഞ 50ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ സംഗമത്തിൽ പങ്കെടുത്തു. 1957-58 വർഷത്തിൽ തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നിന്നും SSLC കഴിഞ്ഞു പുറത്തിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളും 75 പിന്നിട്ടവരുമായ സതീർത്ഥ്യരുടെ സംഗമം തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. AB സുലൈമാൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ ഹെഡ് മാസ്റ്റർ വെള്ളൂർ ഗംഗാധരൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. A കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K കൃഷ്ണൻ മാസ്റ്റർ, KV ചന്ദ്രശേഖരൻ, V ഗോപാലൻ, PC മുഹമ്മദ് കുഞ്ഞി, ബാലചന്ദ്രൻ നമ്പ്യാർ, K നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി കണ്ടോത്ത് മുദ്ര ആൻഡ് സ്റ്റെപ്സിന്റെ ആഭിമുഖ്യത്തിൽ കലാകളരി സംഘടിപ്പിച്ചു. 2 ദിനങ്ങളിലായാണ് ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. വിജയദശമി ദിനത്തിന്റെ ഭാഗമായി നടന്ന കലാകളരി ദ്വിദിന കലാപരിശീലന ക്യാമ്പ് ഏറെ ശ്രദ്ധേയമായി. കഴിഞ്ഞ ദിവസം പ്രശസ്ത നർത്തകിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി റാങ്ക് ജേതാവുമായ TK ശ്രീവിദ്യ പ്രശാന്തിന്റെ നേതൃത്വത്തിലാണ് മുദ്രയുടെ 30ഓളം അംഗങ്ങൾക്കായി നാട്യയോഗ എന്ന പരിപാടിയിൽ നൃത്തവും യോഗയും അനുബന്ധിച്ചുള്ള പഠനം നടത്തിയത്. തുടർന്ന് നാടകപ്രവർത്തകനും അധ്യാപകനുമായ സുനിൽ കുന്നരുവിന്റെ നേതൃത്വത്തിൽ കളിയും കാര്യവും എന്ന വിഷയത്തെ അധികരിച്ച് വ്യക്തിത്വ വികസന പരിശീലനം സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ മുതൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി കലാതിലകം ലീജ ബിനൂബിന്റെ നേതൃത്വത്തിൽ വരയും നടനവും എന്ന വിഷയത്തിൽ ചിത്രത്തിലൂടെ നൃത്തത്തിനൊരു ആമുഖവും നടന്നു. അതിലൂടെ തന്നെ കളിയിലൂടെയുള്ള വ്യക്തിത്വ വികസനം, മാജിക് എന്ന കല, എല്ലാ കലകളും പരസ്പര ബന്ധമുള്ളതാണ്. അത് കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തുക. ഒരു കല ചെയ്യാൻ കഴിവുള്ള കുട്ടികൾക്ക് മറ്റു കലയും അതിനോടൊപ്പം തന്നെ സ്നേഹിക്കാനും ആസ്വദിക്കാനും അംഗീകരിക്കാനും പറ്റുക എന്നുള്ള ഒരു
താല്പര്യം അവരിൽ ഉണ്ടാക്കാനാണ് നമ്മൾ ഇതിലൂടെ ശ്രമിക്കുന്നത്. വരയുടെ പശ്ചാത്തലത്തിൽ നൃത്തം ചെയ്ത് വിവിധ ഭാവങ്ങൾ തീർത്തു. സമാപനത്തിന്റെ ഭാഗമായി കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് മാന്ത്രികൻ വിനേഷിന്റെ നേതൃത്വത്തിൽ വിസ്മയം ഇന്ദ്രജാലത്തിന്റെ ആദ്യ പഠനവും നടന്നു. എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രം നവരാത്രി ആഘോഷത്തിന് ജനത്തിരക്കേറുന്നു. ഉത്സവം ചൊവ്വാഴ്ച സമാപിക്കും. ഒരാഴ്ചക്കാലമായി നടന്നുവരുന്ന നവരാത്രി ആഘോഷത്തിന് വൻ ഭക്തജനത്തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടു വരുന്നത്. ഉത്സവത്തിലെ പ്രധാന ദിവസമായ മഹാനവമി ദിനമായ തിങ്കളാഴ്ച ഉഷപൂജ, സരസ്വതി പൂജ, നിറമാല, ചുറ്റുവിളക്ക്, ദീപാരാധന, ആയുധപൂജ, വാഹനപൂജ, തിരുവത്താഴ പൂജ എന്നിവയും നടക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. സമാപന ദിവസമായ ഒക്ടോബർ 11 ചൊവ്വാഴ്ച ഉഷപൂജ, തുടർന്ന് സരസ്വതി പൂജ, ഗ്രന്ഥമെടുപ്പ്, വിദ്യാരംഭം, വാഹനപൂജ എന്നിവയും നടക്കും. വൈകിട്ടോടെ ഉത്സവാഘോഷത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വെള്ളൂർ പുതിയങ്കാവ് തൂലിക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സുഭാഷ് അറുകരയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ആടിയും പാടിയും ഇത്തിരി നേരം ഏകദിന ശില്പശാല പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. വെള്ളൂർ പുതിയങ്കാവ് തൂലികയുടെ ആഭിമുഖ്യത്തിൽ യുവജനകീയ ഗായകൻ സുഭാഷ് അറുവരിമൊത്ത് ആടിയും പാടിയും ഇത്തിരി നേരം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മണ്ണിന്റെ മണമുള്ള പാട്ടുകളുടെ ഈണം കുരുന്നുകൾക്ക് പകർന്നു നൽകി ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് മുന്നേറുന്ന യുവജനകീയ ഗായകൻ സുഭാഷ് അറുവര 2.5 മണിക്കൂറോളം കുട്ടികളെ പാട്ടിന്റെയും ആട്ടത്തിന്റെയും അകമ്പടിയിൽ ആറാടിച്ചുവെന്ന് തന്നെ പറയാം. നഴ്സറി കുട്ടികൾ മുതൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ശില്പശാലയിൽ പങ്കെടുത്ത് ആസ്വദിച്ചു. പരിപാടിയുടെ അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ അടിപൊളി പാട്ടും രംഗത്തെത്തി. പരിപാടിയിൽ PV ഗണേശൻ അധ്യക്ഷനായി. PR രഞ്ജിത്ത്, K ഗണേശൻ എന്നിവർ നേതൃത്വം നൽകി. തൃക്കരിപ്പൂർ രാഗാഞ്ജലി കലാക്ഷേത്രം നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി നൃത്ത സദസ്സ് സംഘടിപ്പിച്ചു. രാജേഷ് തൃക്കരിപ്പൂരിന്റെ നേതൃത്വത്തിൽ 17 വർഷക്കാലമായി തൃക്കരിപ്പൂരിന്റെ കലാപാരമ്പര്യത്തിൽ പങ്കാളിയായിക്കൊണ്ട് ശാസ്ത്രീയ കലകളുടെ നിറുകയിൽ നിരവധി പ്രതിഭകളെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന രാഗാഞ്ജലി കലാക്ഷേത്രം ഈ വർഷവും നവരാത്രി ദിനവും വിദ്യാരംഭവും സമുചിതമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് ശാസ്ത്രീയ സംഗീത സദസ്സ് സംഘടിപ്പിച്ചത്. സാംസ്കാരിക സമ്മേളനം, രാഗാഞ്ജലി സീനിയർ വിദ്യാർത്ഥികൾ ഒരുക്കുന്ന ഓഡിയോ ട്രാക്ക് ഗാനമേള, സരസ്വതി പൂജ, പുതിയ നൃത്ത സംഗീത ചിത്രകലാ ക്ലാസുകൾ എന്നിവയിലേക്കുള്ള പ്രവേശനം നവരാത്രിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. രാഗാഞ്ജലിയിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശാസ്ത്രീയ സംഗീത സദസ്സിൽ നിരവധി പേർ ശ്രോതാക്കളായി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കേരള വില്ലേജ് ഡെവലപ്മെന്റ് സൊസൈറ്റി കളർ ഹൗസിന്റെ പുതിയ ഷോറൂം നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമ, സീരിയൽ, ടെലിവിഷൻ താരം ബേബി നിരഞ്ജന ഉദ്ഘാടനം ചെയ്തു. കേരള വില്ലേജ് ഡെവലപ്മെന്റ് സൊസൈറ്റി മാത്തൽ ടൗണിൽ പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം പിന്നിടുന്ന കാലയളവിലാണ് രണ്ടാമത് ബ്രാഞ്ച് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ കമ്പി, സിമന്റ്, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി വെയർസ്, ബാത്റൂം ഫിറ്റിംഗ്സ്, പെയിന്റ് തുടങ്ങി മുഴുവൻ സാധനങ്ങളും യഥേഷ്ടം തിരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ് കളർ ഹൗസ് ഒരുക്കിയിരിക്കുന്നത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമ, സീരിയൽ, ടെലിവിഷൻ ബാലതാരം ബേബി നിരഞ്ജന നിർവഹിച്ചു. ഉടമകളും നാട്ടുകാരുമടക്കം നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. യുനെസ്കോയുടെ നോഡൽ ഏജൻസിയായ MVL ട്രസ്റ്റ് ബോംബെ ഏർപ്പെടുത്തിയ ഗ്ലോബൽ ടീച്ചേഴ്സ് അവാർഡ് ദിനേഷ് കുമാർ തെക്കുംപാട് അർഹനായി. ബോംബെയിൽ നടന്ന ചടങ്ങിൽ വെച്ച് ദിനേഷ് കുമാർ അവാർഡ് ഏറ്റുവാങ്ങി. കാണാം മാറ്റുലി. മാറ്റുലി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം. KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തി. KVDS കളർ ഹൗസ് നടക്കാവ്. സംസ്ഥാനത്ത് വാഹനങ്ങളുടെ അമിതവേഗത അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുവോ? പ്രേക്ഷക പ്രതികരണങ്ങളിലേക്ക്. കേരളത്തിലെ വാഹനാപകടങ്ങൾക്ക് ഒരു പ്രധാന കാരണം
ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ. കാരണം എന്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞാലും തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നുള്ളൊരു ബോധം സ്വാഭാവികമായിട്ടും ബസ് ജീവനക്കാർക്കുണ്ട് എന്നത് ഒരു കാര്യം. വേറൊരു ഘടകം നോക്കുമ്പോൾ നമുക്കറിയാം, പഴയ കാലത്ത് നിജപ്പെടുത്തിയിരിക്കുന്ന ബസ്സിൻ്റെ സമയം, അത് കൃത്യമായിട്ട് ഓടിയെത്തേണ്ട ഒരു സമയമുണ്ട്. പക്ഷേ ഇന്ന് നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. ഈ ശോചനീയ അവസ്ഥയിലേക്ക് ഓടിയെത്തുക എന്ന് പറയുന്നത് അവരുടെ മുമ്പിലുള്ള വലിയ ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ സ്വാഭാവികമായിട്ടും മത്സര ഓട്ടം എന്നത് അവിടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് മത്സര ഓട്ടം നടക്കുകയും അതുമൂലം മിക്കവാറും അപകടം നടക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. പിന്നെ റോഡിൻ്റെ പരിതാപകരമായ അവസ്ഥ നമുക്കറിയാം. ഇന്ന് നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് റോഡ് കാണാൻ വേണ്ടി പറ്റാത്ത അത്രമാത്രം കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് റോഡ് മാറിയിട്ടുണ്ട്. വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ശാസ്ത്രീയപരമായ റോഡ് നിർമ്മിതിയും അതുപോലെ തന്നെ അശാസ്ത്രീയപരമായ ഇപ്പോഴുള്ള നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്ന രീതി, അതിൻ്റെ പരിശീലനം വേണ്ടത്ര കുറ്റമറ്റ രീതിയിലുള്ള പരിശീലനമല്ല ഇല്ലെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെട്ടിട നിർമ്മാണ സാമഗ്രികളുടെ സമാനതകളില്ലാത്ത ശേഖരം KVDSന്റെ പുതിയ ഷോറൂം കളർ ഹൗസ് നടക്കാവിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഗുണമേന്മ, വിലക്കുറവ്, വിശ്വാസ്യത, സെലക്ഷൻ. KVDS മൈ സ്യൂട്ട് ഹോം മാത്തിൽ. KVDS കളർ ഹൗസ് നടക്കാവ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കൻ എന്നൊരു പേരുകൊണ്ട് മാത്രം അവഗണിക്കപ്പെട്ട മഹാകവിയാണ് കുട്ടമത്തെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഭാരത സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര വ്യവസായ മന്ത്രാലയം സംഘടിപ്പിച്ച വ്യവസായ ബോധവൽക്കരണവും പരിശീലനവും മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപുഴ കോലുവള്ളിയിൽ കുഴൽക്കിണർ വണ്ടി മറിഞ്ഞു. വണ്ടിക്കടിയിൽപ്പെട്ട ഒറീസ സ്വദേശിയെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ശതാബ്ദി ആഘോഷ ഭാഗമായുള്ള സ്റ്റാമ്പ് പുറത്തിറങ്ങി. ബാലസംഘം ഏരിയ സമ്മേളനങ്ങൾക്ക് വിവിധ കേന്ദ്രങ്ങളിൽ വർണ്ണാഭമായ തുടക്കം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.